guys, so welcome back my new video. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കടലക്ക പായസം. ഇത് കേരളത്തിൽ പറയുമ്പം കപ്പലണ്ടി പായസം. യാതൊരു സുഖമില്ല ഗൈസ് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് കടലക്ക പായസം എന്ന് വിളിക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ തേങ്ങാപ്പീരയും കടലക്കയും കൂട്ടിയിട്ട് നമ്മൾ എന്താക്കുക, മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കുക. അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ നോർമലി എന്താ പറയുക, തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കുന്ന പോലെ ആ ഒരു രൂപത്തിൽ നമ്മൾ ഇത് രണ്ടിനെയും നല്ലോണം ഒന്ന് ഇതാക്കിയിട്ട് കഴിച്ച് മിക്സ് ചെയ്യുക നല്ലപോലെ. അതുപോലെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ പാല് എടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയോടെ തന്നെ നമുക്ക് ഈ പാല് കിട്ടുന്നതായിരിക്കും. സോ അത് എടുത്ത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഫൈനലി നമ്മുടെ പാല് സെറ്റായി. അത്യാവശ്യം നല്ല കട്ടിയോടെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ നല്ല കട്ടിയോടെ തന്നെ സാധനം കിട്ടി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് സ്റ്റൗവിൽ കയറ്റി വയ്ക്കാം. എന്നിട്ട് കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിത് കൈ ഇളക്കാണ്ട് നിർത്താണ്ട് ഇത് മാക്സിമം ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇത് ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം തിളച്ചു, അത്യാവശ്യം ആയി, നമ്മൾ പായസം രൂപത്തിലായി. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ടൈം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ആ സെറ്റായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫൈനലി നമ്മുടെ കടലക്ക പായസം റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ.